ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുറ്റുപാടിലും മറ്റ് സാഹചര്യങ്ങളിലും മോശം മാത്രം പ്രതീക്ഷിക്കുന്ന മാനസികാവസ്ഥ, അതിനെ നമ്മൾ പെസിമിസം എന്ന് പറയും. ഇവരെക്കുറിച്ച് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. എ പെസിമിസ്റ്റ് കംപ്ലെയിൻസ് അബൌട്ട് ദ നോയ്സ് വെൻ ഓപ്പർച്യൂണിറ്റി നോക്സ് അറ്റ് ദ ഡോർ. അതായത് അവസരം വന്ന് മുട്ടി വിളിക്കുമ്പോഴും ഇവര് ആ ശബ്ദത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയും. എല്ലാത്തിലും കുറ്റവും കുറവും കാണുക, ജീവിതത്തിൽ ഏറ്റവും മോശമേ നമുക്ക് സംഭവിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നെഗറ്റിവിറ്റി. ഇതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. നല്ല കാര്യങ്ങളെ നമുക്ക് സംഭവിക്കൂ. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, സാഹചര്യങ്ങളിലും ആളുകളിലും പോസിറ്റീവായിട്ടുള്ളത് കണ്ടെത്താനുള്ള മാനസികാവസ്ഥ, ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതിന് പോസിറ്റിവിറ്റി എന്ന് പറയും. അപ്പോൾ നെഗറ്റിവിറ്റിയുടെ റിസൾട്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആങ്സൈറ്റി, ഡിപ്രഷൻ, നിരാശ, ലാക്ക് ഓഫ് എനർജി, ഒരു എനർജി ഇല്ലാതെ വരുന്ന അവസ്ഥ, ഇതെല്ലാം നെഗറ്റിവിറ്റിയുടെ റിസൾട്ടാണെന്ന് നമുക്കറിയാം. പോസിറ്റിവിറ്റിയുടെ റിസൾട്ട് എന്തൊക്കെയാ? എപ്പോഴും എനർജറ്റിക്, ഊർജ്ജസ്വലത, സന്തോഷം, ജീവിതം അങ്ങേയറ്റം ആവേശപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം. അപ്പം ഇതിന് പോസിറ്റിവിറ്റി എന്ന് പറയും. പോസിറ്റിവിറ്റിയുടെ റിസൾട്ട് എന്താണ്? അവർ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, കൂളായിരിക്കും, ഹാപ്പി ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, ക്ഷീണാവസ്ഥ വളരെ കുറവായിരിക്കും, ഒരു സങ്കടാവസ്ഥയിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് തള്ളിവിടില്ല അവർ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കാർക്കും നെഗറ്റിവിറ്റിയോട് താല്പര്യമൊന്നുമില്ല. ഉത്കണ്ഠ, സ്ട്രെസ്, ഭയം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. അപ്പോൾ പോസിറ്റിവിറ്റിയുടെ റിസൾട്ട് നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, ഇഷ്ടം. അപ്പോൾ നെഗറ്റിവിറ്റി നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അത് ഇഷ്ടപ്പെടാത്തൊരവസ്ഥയാണ്. പോസിറ്റിവിറ്റി നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു, അതിനെ സ്നേഹിക്കുന്നു. നെഗറ്റിവിറ്റിയാണ് ജീവിതത്തിൽ മിക്കവാറും സംഭവിക്കുന്നത്. എത്രയോ പേര് പറയാറുണ്ടല്ലേ, ഞാൻ വളരെ നെഗറ്റീവാണ്, എനിക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാര്യം? നമ്മുടെ ബ്രെയിനിലെ സെറ്റിങ്സ് അങ്ങനെയാണ്. നെഗറ്റിവിറ്റിയോട് നമുക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് തീരെ ഉത്കണ്ഠയില്ലെങ്കിൽ, ഭയമില്ലെങ്കിൽ, എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡാണുള്ളതെങ്കിൽ നമ്മുടെ ജീവിതം പ്രശ്നത്തിലാകുമല്ലേ. പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു, ഏത് കാര്യം എടുത്താലും അതിൽ പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി ഉണ്ടാവും. അതിൽ പോസിറ്റിവിറ്റി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. അത് ചലഞ്ച് തന്നെയാണ്, കാരണം നെഗറ്റിവിറ്റിയോടാണ് നമുക്ക് ഇൻക്ലിനേഷൻ. ഞാൻ കഴിഞ്ഞ 3 ദിവസം തേക്കടിയിലായിരുന്നു. തേക്കടിയിലെ വനത്തിനുള്ളിലുള്ള KTDCയുടെ പെരിയാർ ഹൗസിലാണ് ഞാൻ താമസിച്ചത്. ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ താമസിച്ചത്, എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാമോ? എൻ്റെ ചാനലുകൾ നിരന്തരം കണ്ട് എന്നോട് ഇഷ്ടം തോന്നി, ആരാധന തോന്നി, എന്നോട് അടുത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുടെ ഗ്രൂപ്പാണ്. അപ്പം ഞങ്ങളൊരു 32 പേരാണ് അവിടെ പോയത്. അവിടെ താമസിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് എന്ത് പോസിറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. പങ്കെടുത്ത സകല ആളുകളും പറഞ്ഞു, എനിക്കും അത് ശക്തമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. വാട്ട് എ പോസിറ്റിവിറ്റി എന്നുള്ള ആ ഒരു ചിന്ത, പോസിറ്റിവിറ്റിയുടെ ആ റിസൾട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇവരൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തു, ഈ പോസിറ്റിവിറ്റി ആ ഗ്രൂപ്പിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് അത് കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. അപ്പം ഞാൻ കണ്ടെത്തിയ കാരണങ്ങൾ, ഒരു ഗ്രൂപ്പ് ഇത്രയധികം പോസിറ്റിവിറ്റിയിലൂടെ കടന്നു പോകാൻ എന്താണ് കാരണം? അപ്പം ഞാൻ കണ്ടെത്തിയ കാരണങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാട്ടോ. ഒന്നാമത്തെ കാരണം, അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിനകത്തുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഗ്രൂപ്പിൽ വരുന്നവരുണ്ട്. എല്ലാവരും എറണാകുളത്ത് വന്ന് ഒരു ബസ്സിൽ പോകാനാണ് തീരുമാനിച്ചത്. ഒരു ട്രെയിൻ ലേറ്റ് ആകുന്നു എന്നുള്ള വിവരം കിട്ടി. നമുക്കൊരു പ്രോബ്ലം ഉള്ളത്, തേക്കടിയിൽ 5:30 മുമ്പ് എത്തണം. കാടിൻ്റെ ഉള്ളിലാണ് പെരിയാർ ഹൗസ്. അപ്പോൾ അവിടെ പ്രവേശനം കിട്ടണമെങ്കിൽ 5:30 മുമ്പ് എത്തണമെന്നുള്ളത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അതിനകത്തേക്ക് കയറ്റില്ല. ആരും ഒരു പരിഭ്രമവും കാണിച്ചില്ല. അവർ ചിന്തിച്ചത്, ഇനി എങ്ങനെയാണ് അവിടെ സമയത്തിന് എത്താൻ പറ്റുക? ട്രെയിൻ ലേറ്റ് ആണ്, ട്രെയിൻ എങ്ങാനും ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബസ്സിനകത്ത് കരുതിയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ബസ്സിനകത്തിരുന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബസ് വേഗം പുറപ്പെടാമല്ലോ. അപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചിന്ത വന്നു, ഈ സമയം വേറെ എന്തിനെങ്കിലും നമുക്ക് ചെലവഴിച്ചൂടെ? കാരണം എന്താണെന്നോ, ഇവരെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ നമുക്ക് ഉത്കണ്ഠ കൂടും, ഇറിറ്റേഷൻ കൂടും, റെയിൽവേയെ കുറ്റം പറയാൻ തുടങ്ങും. അങ്ങനെ
ആകെ നമ്മുടെ മാനസികാവസ്ഥ വളരെ അൺഹാപ്പി ആകും. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മഹാരാജാസ് കോളേജ് വളരെ അടുത്താണ്. കുറേ പേര് മഹാരാജാസ് കോളേജ് കണ്ടിട്ടില്ല. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ മഹാരാജാസിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ട്രെയിൻ വരാനുള്ള ഏകദേശം സമയമായി. അവർ വന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, മനസ്സ് വളരെ നെഗറ്റീവ് ആകും. അതേസമയം ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. കോളേജൊക്കെ പോയി കണ്ടു. കുറേ പേർക്ക് വളരെ സന്തോഷമായി. മഹാരാജാസ് കോളേജ് പുറമേ നിന്നേ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു, ഒരുപാട് കാലം പഠിപ്പിച്ചതാണ്. അപ്പോൾ കോളേജൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അവർക്ക് എല്ലാവർക്കും കോളേജിനെ പറ്റി ഒരുപാട് ആരാധനയും മനസ്സിലുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബസ്സിലേക്ക് ചെന്ന് അവർ വന്നു. പിന്നെ എല്ലാവരും ഒരു സെക്കൻഡ് പോലും കളയാതെ വളരെ സ്മാർട്ടായിട്ട് എല്ലാവരുടെയും മനസ്സിലാ ലക്ഷ്യം, കൃത്യസമയത്ത് എത്തണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു ഗ്രൂപ്പ് അങ്ങനെയാണല്ലോ. ആ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ ഗ്രൂപ്പ് അതിമനോഹരമായിട്ട് മാറുന്നത്. രണ്ടാമത്തെ കാരണം എന്താണെന്നോ, ഈ ഗ്രൂപ്പിൽ പല ലെവലിലുള്ളവരുണ്ട്, പല പ്രൊഫഷണൽസ് ഉണ്ട്. പക്ഷെ എല്ലാവരും സമഭാവനയോടുകൂടി പെരുമാറി എന്നുള്ളത്, അല്ലെങ്കിൽ സമഭാവനയോടുകൂടി ഒരു കരുതലോടുകൂടി പരസ്പര വിശ്വാസത്തോടുകൂടി യാത്ര ചെയ്തു, അവിടെ താമസിച്ചു എന്നുള്ളത് എത്രയോ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പ്രായത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. യങ് ആയിട്ടുള്ളവരുണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്, 70 കഴിഞ്ഞവരുണ്ട്. പക്ഷെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറി പോകുന്ന ഒരു കാഴ്ച. വ്യക്തിയെ വ്യക്തിയായിട്ട് കാണുക. ഇത് നമ്മൾ പറയുമെങ്കിലും പ്രാക്ടീസ് ചെയ്യാറില്ല. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ഒരു ഗ്രൂപ്പിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. മൂന്നാമത്തെ കാരണം, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിൽ ഒരു ശിശു ഉണ്ടെന്ന്. അതായത് ശിശുവായിരുന്നപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് എക്സ്പീരിയൻസസ് എല്ലാം ബ്രെയിനിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡാറ്റ അവിടെയുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആവും. പക്ഷെ നമുക്കൊരു പ്രശ്നമുള്ളത്, നമ്മൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കാൻ തുടങ്ങും, ഇനി പ്രായമൊക്കെ ആയി, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുന്നത് എന്ത് മോശമാണ്. എന്നിട്ട് നമ്മൾ ചൈൽഡിനെ സപ്രസ് ചെയ്ത് കളയും. ചിലപ്പോൾ ഒരു പാട്ട് വെച്ചാൽ ഒരു ഡാൻസ് ചെയ്യാൻ പോലും ചിലർക്ക് പറ്റൂല. കാരണം ആ മനസ്സിൽ ആ ബ്ലോക്ക് ഉണ്ട്. ആ ചൈൽഡിനെ സപ്രസ് ചെയ്യണം, മോശമാണ്, ഞാൻ ഇന്ന സ്ഥാനത്തിരുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, ഞാൻ ഇത്രയും എഡ്യൂക്കേഷനുള്ള ഒരാളാണ്. ഈ ചിന്തയൊക്കെ വന്ന് അവരെ സപ്രസ് ചെയ്ത് കളയും. ഈ ഗ്രൂപ്പിൽ ഞാൻ കണ്ട പ്രത്യേകത, എല്ലാവരും ആ നാച്ചുറൽ ചൈൽഡിനെ റിലീസ് ചെയ്യുന്ന ഒരു കാഴ്ച. നാലാമത്തെ കാരണം, ഈ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത ഒരു ഗ്രൂപ്പ്. ഹെൽത്ത് അതിലൊന്നാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ രാവിലെ തന്നെ യോഗയുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം. ആദ്യത്തെ ദിവസവും പിന്നെ മൂന്നാമത്തെ ദിവസവും നമ്മൾ തിരിച്ചു വരുന്ന ദിവസമായിരുന്നു. അന്ന് നമ്മൾ ബിസി ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ ദിവസം നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാവരും കൂടി യോഗ ചെയ്തു. അപ്പോൾ ഒരു ഹെൽത്ത് അവയർനെസ്, ഹെൽത്ത് ജീവിതത്തിൽ എത്രയോ പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു ഉൾക്കാഴ്ച നൽകുന്ന യോഗ സെഷൻ ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിന് പറയുന്ന പേര് മൈൻഡ് പവർ ഫാമിലി എന്നാണ്. ഈ ഫാമിലിയുടെ ഉള്ളിൽ യോഗ ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ യോഗ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ അന്ന് പലരുടെയും യോഗ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ യോഗ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ജീവിതം ആവേശത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് ഉറപ്പിച്ചു വന്നിരിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ്. എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ഗുണമുള്ളത് എന്താ, നമ്മുടെ ഹാപ്പി ഹോർമോണുകളൊക്കെ ആക്ടിവേറ്റഡ് ആവും. പിന്നെ നമുക്ക് എന്ത് കോൺഫിഡൻസ് ആണല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി. ജൂനിയേഴ്സും സീനിയേഴ്സും ഉണ്ടായിരുന്നെങ്കിലും സീനിയേഴ്സിൻ്റെ നമ്പറായിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷേ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പോസിറ്റിവിറ്റിയാണ്. ബസ്സിൽ കയറിയ വൊമിറ്റിയോ എന്ന് പറഞ്ഞവരുണ്ട്. ബസ്സിലെ പോസിറ്റീവ് വൈബ്സ് കൊണ്ടാവാം ആരും ഛർദ്ദിച്ചൊന്നുമില്ല. അവർ തന്നെ പറഞ്ഞു അതിൻ്റെയൊക്കെ കാര്യമേ മറന്നുപോയി. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വനത്തിൻ്റെ ഉള്ളിലല്ലേ. വനത്തിൻ്റെ ഉള്ളിലായപ്പോൾ റേഞ്ചൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സാധനമില്ലേ, മൊബൈൽ എല്ലാവരും മാറ്റി വെച്ചു. ടോട്ടലി പിന്നെ അവിടെ പ്രസൻ്റായി. വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴെപ്പോഴും വിളിക്കാനായിട്ട് അവിടെ റേഞ്ചില്ല. കാട്ടിലെ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ റേഞ്ചില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വന്നത്. കാട്ടിൽ വന്നിരിക്കുന്നത് തന്നെ എല്ലാത്തിൽ നിന്നും ഒഴിവായി ഒരു ടോട്ടൽ റിലാക്സേഷൻ. അപ്പോൾ ഓരോ മോമെൻറ്റിലും ജീവിക്കാനായി എന്നുള്ളതാണ്. ലിവ് ഇൻ ദ മോമെന്റ് എന്ന് പറയില്ല, ലിവ് ഇൻ ദ പ്രസന്റ്.
ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. ആറാമത്തെ കാരണം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ആരും ചൈൽഡിനെ ഒന്നും സപ്രസ് ചെയ്തില്ല. എല്ലാവരും പാട്ടും ഡാൻസും അന്താക്ഷരി അങ്ങനെ ഒരു അടിച്ചു പൊളിക്കൽ നന്നായിട്ട് ഈ ഗ്രൂപ്പിനുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ അവരൊരു കാര്യം ചെയ്തു, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം പാഴാക്കിയില്ല. ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ചില ആളുകളുടെ ഒരു നോളേജ് സെഷൻസ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ്റെ ഡയബറ്റീസിനെ പറ്റിയുള്ള ഒരു സെഷൻ, പിന്നെ വിശ്വനാഥൻ്റെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഡോക്ടർ ഷീലയുടെ മ്യൂസിക് തെറാപ്പി. പഠിക്കാനുള്ളൊരു ആവേശം. ക്ലാസ് എടുത്തവരൊരു കാര്യം പറഞ്ഞു, ഇത്രയും റിസപ്റ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പിനെ കണ്ടിട്ടില്ല എന്ന്. ആ ലേണിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഇല്ലേ, അത് ബിയോണ്ട് വേർഡ്സ്. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ അറിയുമ്പോൾ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്, നമ്മുടെ ഡോപ്പമൈനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അത് നമ്മളെ പോസിറ്റീവാക്കും. 7, പോസിറ്റിവിറ്റിയുടെ മറ്റൊരു കാരണം എന്തായിരുന്നെന്നോ, പ്രോഗ്രാം വളരെ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഒരുപാട് സൈറ്റ് സീയിങ്ങും മറ്റു കാര്യങ്ങളും കുത്തിക്കയറ്റി ആളുകളെ ഹെക്റ്റിക്കാക്കുന്ന രീതിയേ ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും ആവശ്യത്തിന് സമയം. പ്രകൃതിയുടെ മടിത്തട്ടിലല്ലേ, അപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം പുറത്തേക്ക് ഇറങ്ങി അവിടെ കുരങ്ങന്മാർ, മുള്ളംപന്നി, അങ്ങനെ ഒരു കാടിൻ്റെ ചെറിയൊരു അന്തരീക്ഷം. അപ്പോൾ ആ പ്രകൃതിയോട് ചേർന്ന് കുറേ സമയം ചിലവഴിക്കാൻ പറ്റി. ഇതെല്ലാം നമ്മളെ പോസിറ്റീവ് ആക്കാതിരിക്കുമോ? പുറത്തിറങ്ങി നടക്കാൻ ധാരാളം സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അവിടെയൊക്കെ നടക്കുക, റീൽസ് എടുക്കുക. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള പരുന്തൻപാറ എന്നുള്ള സ്ഥലത്ത് പോയി. അങ്ങനെ സൂര്യപ്രകാശം, ശുദ്ധവായു, ഇതെല്ലാം നമ്മളെ ഒരുപാട് പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങളല്ലേ. 8ാമത്തെ കാരണം, ഈ ഗ്രൂപ്പിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒരു പ്രോ ആക്റ്റീവ് അപ്രോച്ച്. പെട്ടെന്നൊരു എമർജൻസി വന്നാൽ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുക. ശരിക്കും തന്നെ അതിൽ അത്ഭുതപ്പെടുത്തിയത് ഗ്രൂപ്പിലുണ്ടായിരുന്ന വിശ്വനാഥൻ. അദ്ദേഹം വലിയൊരു കമ്പനിയുടെ MD ഒക്കെ ആയിരുന്നു. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തിത്വമാണ്. നോക്കിയും കണ്ടും ചെയ്യണമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അപ്രോച്ച്. നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ചിലർ പരാതി പറഞ്ഞ് കുറ്റപ്പെടുത്തി ഇങ്ങനെ നിൽക്കുമല്ലോ, വേറെ ചിലർ ഇനാക്റ്റീവായിട്ട് നിൽക്കും. നമുക്കവിടെ എന്ത് ചെയ്യാനാണ്? അവിടെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ ചിലർ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. ഞങ്ങളൊരു സ്ഥലത്ത് ഊണ് കഴിക്കാൻ ചെന്നപ്പോൾ പെട്ടെന്നൊരു ഗ്രൂപ്പ് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടെ അന്ന് വേണ്ടത്ര ജോലിക്കാരില്ല ഓർഡർ എടുക്കാനൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വിശ്വനാഥൻ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് ഓർഡർ എടുത്ത് ഹോട്ടലുകാരുടെ കൂടെ നിന്ന് ഇതെല്ലാം സെർവ് ചെയ്യാനും ഒക്കെ നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഊണ് കഴിച്ച് നമുക്ക് തിരിച്ചു വരാനൊത്തു. ഒരു കൺഫ്യൂഷനും ഉണ്ടായില്ല. 9ാമത്തെ കാര്യം എന്താണെന്നോ, ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇവർ പലരും നേരിട്ട് കണ്ടിട്ടില്ല. നേരത്തെ ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ കാണുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്തൊരു മനോഭാവമുണ്ട്. അതിലെൻ്റെ ചാനലും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുമാത്രമായിരിക്കില്ല, അവർക്ക് ഇന്നറായിട്ട് അങ്ങനെ ഒരു ഫീലുള്ള ആളുകളാണ്. ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പരസ്പരം ട്രസ്റ്റ് ചെയ്ത് അവരോരോ കാര്യങ്ങൾ ചെയ്യാണ്. ഞാൻ ചാനലിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഫിയർ ഓഫ് ഫെയിലിയർ. അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബ്ലോക്ക് ചെയ്യാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി ചെയ്യണം. അതിൽ 2 റിസൾട്ട് ഉണ്ടാകും എപ്പോഴും, ഏത് കാര്യം ചെയ്യുമ്പോഴും, ഐദർ സക്സസ് ഓർ ഫെയിലിയർ. അപ്പോൾ ഫെയിലാകും, ആളുകൾ എന്ത് കരുതും എന്ന് വിചാരിച്ച് നമ്മൾ പലതിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മാറി നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് കേട്ടോ ഓരോരുത്തർക്കും എന്തെല്ലാം വ്യത്യസ്തങ്ങളായ കഴിവുകളാണ്. അത് പലപ്പോഴും നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല, ഈ ചിന്തയുള്ളത് കൊണ്ടാണ്. ഫിയർ ഓഫ് ഫെയിലിയർ, ആളുകൾ എന്ത് കരുതും. പക്ഷെ ആ ഒരു ചിന്തയില്ലാതെ എല്ലാവരും ഇങ്ങനെ പെരുമാറിയപ്പോൾ അത് അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. ഓരോരുത്തരും അവരുടെ കഴിവുകൾ യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫോം ചെയ്തത്. പലപ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ ഉണ്ടായില്ല. ആരും എന്തും കരുതിക്കോട്ടെ, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും, ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണത്. അത് ആ ഗ്രൂപ്പിൽ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ സപ്പോർട്ടീവും എൻകറേജിങ്ങും ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായി. ഗ്രൂപ്പിൽ ചിലരൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചില പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഓരോരുത്തർക്കും എന്തെല്ലാം കഴിവുകളാണല്ലേ. ചിലരാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ, ചിലർക്ക് അസാമാന്യമായ നേതൃത്വ പാഠവും, സെൻസ് ഓഫ് ഹ്യൂമർ. ഈ ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഘർഷമുള്ള അന്തരീക്ഷത്തെയും മയപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ അപാരമായ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളുകൾ. ഞങ്ങളുടെ കോർഡിനേറ്റർ നജീബ് തന്നെ ഒരുപാട് തമാശ പറയുന്ന ഒരാളാണ്.
അപ്പോൾ അതിലുണ്ടായിരുന്ന 2 ഡോക്ടേഴ്സ്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഷേളി. അപ്പോൾ ഡോക്ടർ ഷേളി എന്നോട് പറയണം, അവർ കിടക്കുന്നതിന് മുമ്പ് തമാശയെല്ലാം ഒരു പ്രാവശ്യം കൂടി പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് കിടക്കാറെന്ന്. അത്രയും അവർ ആസ്വദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ, ആ ഗ്രൂപ്പിൽ ഉണ്ടാക്കുന്ന ഒരു സിനർജി, അവിടെയാണ് പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. 10ാമത്തെ കാര്യം, എന്ത് ചെറിയ കാര്യമാണെങ്കിലും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്തു. അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ബസ്സിൻ്റെ സാരഥി, അദ്ദേഹവും ഈ ഗ്രൂപ്പിൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഹൈ റേഞ്ചിലൂടെ പോകുമ്പോൾ കെയർഫുള്ളായിട്ടുള്ളൊരു ഡ്രൈവിങ് നമുക്ക് തരുന്ന ആശ്വാസവും സെക്യൂരിറ്റിയും വളരെ വലുതാണല്ലേ. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. പണ്ടൊരു ഡ്രൈവറും അധ്യാപകനും പുരോഹിതനും മരിച്ചിട്ട് സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ്. ആകെ ഒരു സീറ്റേ ഉള്ളൂ സ്വർഗത്തിൽ. അപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് സെയിൻറ്റ് പീറ്ററാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾ. അവർ 3 പേരും ഇങ്ങനെ സ്വർഗത്തിൻ്റെ വാതിക്കൽ സ്വർഗത്തിലേക്ക് പ്രവേശനത്തിനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സീറ്റേ ഉള്ളൂ. അപ്പോൾ സെയിൻറ്റ് പീറ്റർ ഇവരുടെ ഭൂമിയിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഡ്രൈവറോട് അകത്തോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ മറ്റ് 2 പേരും ഒബ്ജക്റ്റ് ചെയ്തു. പുരോഹിതൻ പറഞ്ഞു, ഞാൻ ഇത്രയും പേരെ നല്ല മാർഗത്തിലേക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ നയിച്ചിട്ട് എനിക്ക് സ്വർഗത്തിൽ സീറ്റ് തന്നില്ലെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമല്ലേ. അപ്പോൾ അധ്യാപകനും വിട്ടില്ല. ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ ഞാൻ അറിവിൻ്റെ പാതയിലേക്ക് നയിച്ച ആളാണ്, എനിക്കൊരു സീറ്റ് അർഹതപ്പെട്ടതല്ലേ. അപ്പോൾ സെയിൻറ്റ് പീറ്റർ പറഞ്ഞു, ഒരു സീറ്റേ ഉള്ളൂ, അത് ഡ്രൈവർ തന്നെയാണ് ആ സീറ്റിന് അർഹൻ. അപ്പോൾ ഇവിടെ 2 പേരും ചൂടായി, ഇതെന്ത് വർത്തമാനമാണ് പറയുന്നത്. അപ്പോൾ സെയിൻറ്റ് പീറ്റർ പറഞ്ഞു, നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഭൂമിയിൽ, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഭൂമിയിലായിരുന്നപ്പോൾ ഒരുപാട് പേരെ കൊണ്ട് ദൈവമേന്ന് വിളിപ്പിച്ചത് ഈ ഡ്രൈവറാണ്. അതുകൊണ്ട് ഡ്രൈവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറുടെ പേര് സുനിൽ. റിലാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബസ്സിലാണ് ഞങ്ങൾ പോയത്. ആ ഡ്രൈവിങ് എല്ലാവരും പറഞ്ഞു എന്ത് സ്മൂത്തായിരുന്നു. ഞങ്ങൾക്ക് ഈ ഡ്രൈവ് ചെയ്യണ സമയത്തെല്ലാം ബസ്സിൽ ഞങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തി. മ്യൂച്വൽ ഇൻട്രൊഡക്ഷൻ, ഞങ്ങൾ പെയറായിട്ട് നിന്ന് പരസ്പരം പരിചയപ്പെടുത്തി, അന്താക്ഷരി, പാട്ട് വെച്ച് ഡാൻസ് ചെയ്തു, ക്ലാസ് എടുത്തു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അത്രയും സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവിങ്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. പോസിറ്റിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി എത്ര ഭംഗിയായിട്ടാണ് ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അത് എവിടെയായാലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. എപ്പോഴും നെഗറ്റിവിറ്റിയെക്കുറിച്ച് പരാതിപ്പെടുന്നവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.